ഞാൻ കുറെ അലമ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. പേളി ലേറ്റ് ആകുമ്പോ അവളെ ചൊറിയാൻ വേണ്ടിയിട്ടുണ്ടാക്കും. പിന്നെ ഈ മാസ്റ്റർ അവിടെ പ്രസന്ന മാസ്റ്റർ, പുള്ളി എന്തെങ്കിലും പറഞ്ഞ എന്തെങ്കിലും ഒരു കോമഡി അതിലുണ്ടാവും. അപ്പൊ പിന്നെ അത് പിടിച്ച് തൂങ്ങും, എന്നിട്ട് പുള്ളിയെ കുറെ കളിയാക്കും. അതിൽ കുറേയധികം പെൺകുട്ടികളുടെ മനസ്സ് മോഷ്ടിച്ച ഒരു കള്ളനാണ്, ദുഷ്ടനാണ്. പഠിച്ചതല്ല ചെയ്യുന്നത്. പിന്നെ നമ്മളെ ഫാദർ പാവം കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതല്ല നമ്മൾ ചെയ്യുന്നത് എന്നാലോചിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ വിഷമം വരും. പക്ഷെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ജോലിയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് സന്തോഷം. എനിക്ക് ഉള്ള ഏറ്റവും വലിയ സന്തോഷം ദാറ്റ് യു നോ ഐ ആം ഡൂയിങ് സംതിങ് ദാറ്റ് ഐ റിയലി ലൈക്ക്. ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ തന്നെ അവൻ പഠിക്കും ഇവൻ പഠിക്കൂല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിലേത് സൈഡിലേക്ക് ചേരണം എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ സിനിമയിൽ കുറച്ച് സിനിമകളൊക്കെ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് നമ്മളെ നമ്മൾ മോൾഡ് ചെയ്യുക അല്ലേ. ടൈം ടു ടൈം ആയിട്ട് നമ്മൾ റീഡിസ്കവർ ചെയ്യുക ആസ് എൻ ആക്ടർ. സോ ദാറ്റ് ഇസ് വാട്ട് ഐ എം ട്രൈങ് ടു ഡു. കുറച്ചും കൂടെ കംഫർട്ടബിൾ ആവുക ക്യാമറയുടെ മുമ്പിൽ. ഏതെങ്കിലും ഒരു ക്യാരക്ടറൊക്കെ ആൾക്കാർ ആലോചിച്ച് കഴിഞ്ഞാൽ ഇവനെയും വിളിക്കാം എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സുകൾ ഡൈവേഴ്സിഫൈ ചെയ്ത് ചെയ്യുക. ബിലീഫ് വേണം. ബിലീഫ് ഇല്ലാതെ ഇപ്പം നടക്കൂലല്ലോ, ഒന്നും നടക്കൂല. നമ്മൾ വി ഹാവ് ടു ബിലീവ് ഇൻ സംതിങ്, അതർവൈസ് ഐ ഡോണ്ട് തിങ്ക് അത് എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പം ബിലീഫ്, ഞാനൊരു വിശ്വാസിയുമാണ്. ഐ ആം ഓൾസോ ബിലീവർ. എക്സ്ട്രീം ഇൻട്രോവേർട്ട്. എക്സ്ട്രീം ഇൻട്രോവേർട്ട് മീൻസ് സ്കേറി എക്സ്ട്രീം ഇൻട്രോവേർട്ട്. ഓൾസോ ഭയങ്കര എക്സ്ട്രോവേർട്ടുമാണ്. അത് ഓരോ മൂഡൊക്കെ അനുസരിച്ചിട്ടൊക്കെയാണ്. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. സിനിമയുടെ കഥകൾ കേൾക്കുമ്പോഴേ ഇത്തരത്തിലുള്ള പരിചയത്തിലുള്ള ആൾക്കാരും നിങ്ങളെ പലരും അപ്രോച്ച് ചെയ്യാറുണ്ട്. അല്ല, നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് കൂടുതലും പരിചയത്തിലുള്ള ആൾക്കാർ. അപ്പൊ അങ്ങനെ റിലേഷന്റെ പുറത്ത് നമ്മൾ സിനിമ നമ്മൾ ചെയ്തു അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? അതോ ശരിക്കും നമ്മൾ കഥയും കൂടെ അതും കൂടെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അതൊരു ഫാക്ടർ ആയിട്ട് കണ്ടിട്ട് മാത്രമാണ് സിനിമ ചെയ്യാറ്? നമ്മൾ റീസണബിളി പ്രാക്ടിക്കലും ആവണ്ടേ. നമ്മൾ വി ഹാവ് എന്താ പറയാ ചോയ്സസ്. We don't have choices. Sometimes you have a position where നമുക്ക് ഇങ്ങനത്തെ ഓപ്ഷൻസുകൾ ഉണ്ട്, ഇങ്ങനത്തെ കഥകളുണ്ട്. അപ്പോൾ what you will do is ഉള്ളതിൽ നിന്നും you will pick what is good for you. ഇനി അല്ലാത്ത പക്ഷം you have to meet directors, ആൾക്കാരെ പോയി മീറ്റ് ചെയ്യണം, എപ്പോഴും ആ ലൂപ്പിൽ ഉണ്ടാവണം. അപ്പൊ നമ്മള് ഞാനതൊക്കെ ചെയ്തിരുന്ന ആളാണ്. പിന്നെ അറ്റ് വൺ പോയിന്റ് ഇല്ല, ഇപ്പൊ അങ്ങനെ ചെയ്യുന്നില്ല എന്നല്ല, ഇപ്പൊ അത് ഭയങ്കരമായിട്ട് നമ്മൾ പറയില്ല, നമ്മൾ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ യു ബിക്കം സീസൺഡ് ആസ് ആൻ ആക്ടർ ആൻഡ് ഓൾസോ ആസ് എ ഹ്യൂമൻ. സോ പതുക്കെ യു വിൽ സീ ഓക്കെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും, ഈ റോള് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഏതാണോ അങ്ങനെ വല്ല ഇഷ്ടമുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിലൊക്കെ അതിനൊരു ആവശ്യം അറിയിക്കുക എന്നല്ലാതെ ഇപ്പൊ ഭയങ്കരമായി കുറച്ചൊക്കെ ടയേർഡ് അല്ല, കുറച്ചും കൂടെ ആ ഫേസ് ഒരു ഇതായി അല്ലേ. പക്ഷെ ശരിക്കും അതിൽ തോന്നുന്നില്ല ഇത് ഭയങ്കര സ്ട്രഗിൾ ചെയ്യണം, അല്ലെങ്കിൽ ഭയങ്കര ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ഈ പറയണ പോലെ നമുക്ക് ഒരു സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ഫീൽഡിനോ എനിത്തിങ് ഈ ലോകത്ത് നമ്മള് വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ തന്നെ അവൻ പഠിക്കും ഇവൻ പഠിക്കൂല എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഇതിലേത് സൈഡിലേക്ക് ചേരണം എന്ന് പറയുന്ന പോലെ തന്നെയാണ്. എവറി ഫീൽഡ് വിൽ ഹാവ് ദാറ്റ് സെറ്റപ്പ് ഉണ്ട്. ഏത് ഐടിയിൽ പോയാലും അതെ, ഏത് ഇതിലേക്ക് ജോലി. ഐ ഫെൽറ്റ് ഇവിടെ നമ്മൾ സിനിമയിൽ കുറച്ച് സിനിമകളൊക്കെ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് നമ്മളെ നമ്മൾ മോൾഡ് ചെയ്യുക അല്ലെ. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, എനിക്ക് ഈവൻ ഇഫ് ഐ എം ഗെറ്റിംഗ് ലൈക്ക് ഫ്യൂ ഓഫേഴ്സ് ഓർ മെനി ഓഫേഴ്സ്, ടൈം ടു ടൈം ആയിട്ട് നമ്മൾ റീഡിസ്കവർ ചെയ്യുക ആസ് എൻ ആക്ടർ. സോ ദാറ്റ് ഇസ് വാട്ട് ഐ എം ട്രൈങ് ടു ഡു. കുറച്ചും കൂടെ കംഫർട്ടബിൾ ആവുക ക്യാമറയുടെ മുമ്പിൽ. ഏതെങ്കിലും ഒരു ക്യാരക്ടറൊക്കെ ആൾക്കാർ ആലോചിച്ച് കഴിഞ്ഞാൽ ഇവനെയും വിളിക്കാം എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സുകൾ ഡൈവേഴ്സിഫൈ ചെയ്ത് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്യുന്നത്. സോ നൗ ഐ എം ഡൂയിങ് സച്ച് ക്യാരക്ടേഴ്സ്. എന്നാൽ ഇപ്പം അതിലാണെങ്കിൽ കുറെ ഇതേ 1000 ബേബീസിലേക്കാണെങ്കിൽ ഫുൾ ലെങ്ത് ക്യാരക്ടർ ഉണ്ട്, ഭയങ്കര ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ചില സിനിമകളിൽ എന്ന ഗസ്റ്റ് റോൾ പോലെ ചെറുതായിട്ടുള്ള ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്. പക്ഷെ ചെറിയ ക്യാരക്ടർ ആണെങ്കിലും അതിൽ ചെയ്ത് കഴിയുമ്പോൾ ആ ക്യാരക്ടർ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആണ്. അവിടെ ചിലതൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ളതായിരിക്കും, പക്ഷെ അവിടെ അതിൽ ആ ഒരു പ്രസൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ തൊട്ട് മുന്നേ പറഞ്ഞില്ലേ ചെറുതായിട്ടുള്ളതാണെങ്കിലും അതപ്പോ ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ അങ്ങനെ കോൺഷ്യസ്ലി
എനിക്കതൊരു ഇതുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണോ അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ എടുക്കുമ്പോൾ? ഇപ്പൊ അങ്ങനെ വരുമ്പോ അതിൽ ഏറ്റവും കുറെ അങ്ങനത്തെ കുറെ കുട്ടി കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ എനിക്ക് ഏറ്റവും ഈ ലൂസിഫറിൽ എനിക്ക് കിട്ടിയ ക്യാരക്ടർ അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അതെ. ഒരു ആ പെർട്ടിക്കുലർ സ്ക്രിപ്റ്റിൽ ഒരു ക്യാരക്ടർ ആണ് ഈ വാർത്തകൾ എത്തിക്കുന്നത് ഈ TV ചാനലിലേക്ക്, ആ ജേർണലിസ്റ്റ്. അത്രേ ഉള്ളൂ. ബട്ട് അങ്ങനത്തെ ഒരു സിനിമ, അത്രയും വലിയ സിനിമ എന്ന് പറഞ്ഞു വന്നപ്പോ അതിന്റെ അത് ഭാഗമാവുക. എടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ മോഹൻകുമാർ ഫാൻസിൽ ഞാൻ അതിനകത്തുണ്ട്. ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ലൈക്ക് 2 ദിവസത്തെ ഷൂട്ടേ ഉള്ളൂ. ജിസേട്ടൻ എന്നെ 2 ഡേയ്സിനായിട്ട് വിളിച്ചത് ഷൂട്ട് ചെയ്യാൻ. പക്ഷെ എനിക്ക് ആ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പിന്നീട് വിനയ് ഫോർട്ടിന്റെ ആ കോമഡി സീനുകളൊക്കെ വന്നപ്പോഴും ആ ക്യാരക്ടറിന്റെ എന്താ പറയാ സീൻസ് ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണാറുണ്ട്. സോ ചില സമയത്ത് യുനോ വാട്ട് ഇസ് ദെയർ അത് നമ്മൾ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ആൻഡ് ഐ ഡോണ്ട് ലുക്ക് അറ്റ് ഇറ്റ് ലൈക്ക് അതിനെ കുറെ ആലോചിച്ചിട്ട് അയ്യോ ഇനിയിപ്പോ ഇത് ഞാൻ മുമ്പ് ചെയ്തതുപോലെ അങ്ങനെയൊന്നും ആലോചിക്കാറില്ല. ലെവറേജും ഇല്ല. സോ യു നോ ഐ ജസ്റ്റ് കീപ് ഗോയിങ് വിത്ത് ദ ഫ്ലോ. ഇപ്പോ കുറെ നാളായിട്ട് സിനിമ നമ്മൾ ചെയ്യാതിരിക്കുന്ന സമയത്തും വേറെ ഇതേപോലെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് നാളായിട്ട് എന്റെ പ്രസൻസ് ഒന്നും വന്നിട്ടില്ലല്ലോ, എന്നാ പിന്നെ ഇതങ്ങ് ചെയ്ത് കളയാം, അങ്ങനെ വിചാരിച്ച് ചെയ്യാറുണ്ടോ? അങ്ങനെയില്ല. ചില സമയത്ത് ഞാനിത് മിസ് ചെയ്യുമ്പോ അയ്യോ എനിക്ക് ഒരു സെറ്റിലൊക്കെ പോയി എന്താ പറയാ രാവിലത്തെ ആ ഒരു ചായയൊക്കെ കുടിച്ച് ആ മേക്കപ്പ് ഒക്കെ ചെയ്യാനുള്ള ഒരു ഇടയ്ക്ക് അത് മിസ് ചെയ്യും. അപ്പൊ എന്തായാലും ചെയ്തേക്കാം. എന്തായാലും ചുമ്മാ ചെയ്തേക്കാം. ഇറ്റ്സ് ലൈക്ക് ദാറ്റ് ഫോർ മീ. മാത്രമല്ല ഞാൻ ഐ കീപ് തിങ്കിങ് ഓരോ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സും സംഭവങ്ങളും ഒക്കെ പലർക്കും വരും. നമ്മളും വെൻ വി കീപ് ഡൂയിങ് നമുക്കും അതിന്റെ ഒരു ചെറിയ ജിസ്റ്റ് കിട്ടും വിത്ത് ടൈം. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കുന്നുള്ളൂ. ഞാൻ ഭയങ്കരമായിട്ട് സോഷ്യലൈസ് ചെയ്യുന്ന, നെറ്റ്വർക്ക് ചെയ്യുന്ന, ഒരുപാട് വലിയ ഗ്യാങ് ഉള്ള അല്ലെങ്കിൽ ആ ഗ്യാങ് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയുന്ന ഒരാളല്ല. അല്ല. അപ്പൊ അതുകൊണ്ട് മോർ ലൈക്ക് ആൻ ആംബിവേർട്ട്. രണ്ട് സൈഡിലേക്കും എങ്ങനെ ഐ ക്യാൻ ബി ആൻ എക്സ്ട്രീം ഇൻട്രോവേർട്ട്. എക്സ്ട്രീം ഇൻട്രോവേർട്ട് മീൻസ് സ്കേറി എക്സ്ട്രീം ഇൻട്രോവേർട്ട്. ഓൾസോ യുനോ ഭയങ്കര എക്സ്ട്രോവേർട്ടും ആണ്. അത് ഓരോ മൂഡൊക്കെ അനുസരിച്ചിട്ടൊക്കെയാണ്. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സ് ഒരുപാടുണ്ട്. പക്ഷെ ഭയങ്കര മറ്റേ ഈ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ഐ ഹാവ് എ വെരി ലിമിറ്റഡ്. അത് കുറെ കാലമായിട്ട് അവരൊക്കെ തന്നെയാണ്. ഞാനിങ്ങനെ മാറ്റിയിട്ടുമില്ല. അത് കൊണ്ടുവന്ന ഫ്രണ്ട്സ്. നാട്ടിൽ അധികം ഫ്രണ്ട്സ് ഇല്ല. പലരും പല ഭാഗത്താണ്. ഈ സെറ്റിലായിട്ട് കുറച്ച് പേര് കാനഡയിലേക്ക് പോയി, കുറെ പേര് അങ്ങനെ പോയി, അങ്ങനെയൊക്കെ ഇല്ലേ. നമ്മള് like you know we have also grown old ല്ലേ. പ്രായം പോയപ്പോൾ അതും പ്രായം എന്ന് പറഞ്ഞാൽ എന്നെ ഓർമ്മിപ്പിക്കും. അതൊക്കെ ആ സൈഡ് വഴി അവിടെ നിന്നോളും. മുന്നോട്ടല്ലേ പോയിക്കൊണ്ടിരിക്കണത്. അത്രേ ഉള്ളൂ. ഈ സിനിമയും സീരീസും എല്ലാം ഇപ്പൊ ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്ത ഒരു എക്സ്പീരിയൻസും ഉണ്ട്. ഇത് തമ്മിൽ ചെയ്യുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസോ അല്ലെങ്കിൽ ഒബ്വിയസ്ലി സീരീസ് ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ടൈം പീരീഡ് കൂടുതൽ എടുക്കുകയാണോ ഷൂട്ടിംഗ് ടൈം അല്ലേ? അതിന്റെ ഒരു ഡിഫറൻസ് എങ്ങനെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ? സീരീസുകൾക്ക് നമുക്ക് കൂടുതൽ സ്ക്രിപ്റ്റ് കുറേം കൂടെ ഡീറ്റെയിൽഡ് ആണ്. അപ്പോൾ ഓൾ ദി ക്യാരക്ടേഴ്സ് ബി ഇറ്റ് പ്രൈമറി സെക്കൻഡറി ഈ ക്യാരക്ടേഴ്സിനൊക്കെ തന്നെ ദർ വിൽ ബി സം കൈൻഡ് ഓഫ് സ്പേസ് എങ്ങനെയെങ്കിലും പെർഫോമൻസ് വൈസ് വരും. പിന്നെ മാത്രമല്ല ആ സ്റ്റോറിക്ക് കുറേം കൂടെ സമയമുണ്ട് അത് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ സമയം കൂടുതൽ എടുക്കും ഷൂട്ട് ചെയ്യാൻ. യു കമ്മിറ്റ് ഫോർ എ ലോങ്ങർ ടൈം പീരിയഡ്. ഇപ്പം ഞങ്ങള് 120 ഡേയ്സോളം ഏകദേശം ഷൂട്ട് ചെയ്തു ഈ 1000 ബേബീസ്. അതിൽ 50% ഡേറ്റ്സ് ലൈക്ക് ഞാനും റഹ്മാൻ സാറൊക്കെ ഉള്ള ഭാഗങ്ങളിലൊക്കെ ഏകദേശം 50-60 ഡേയ്സോളം വി ഹാവ് ഷോട്ട്. അപ്പോൾ ഒരു ഫിലിം ആവുമ്പോൾ നമുക്ക് ഇത്രയും യു ഡോണ്ട് ഹാവ് ടു വെയിറ്റ്. പോവും. പക്ഷേ സീരീസിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് ഒരു മറ്റേ ആരാണ് നായകൻ, ആരൊക്കെ ഉണ്ട്, എന്നാ പിന്നെ 7 മണിയുടെ ഷോ കിട്ടൂല, രാവിലെ 10 മണിയുടെ ഷോ തരാം എന്നൊക്കെ പറയുന്ന ബുദ്ധിമുട്ടുകൾ തിയേറ്റർ കിട്ടാതിരിക്കുക. ഒരു ആക്ടർ ഇത്ര ആക്ടേഴ്സ് ഉണ്ട്, അവർക്ക് ഈ തിയേറ്റേഴ്സ് കൊടുക്കാൻ പറ്റില്ല, അങ്ങനെയൊന്നുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ബിക്കോസ് എവറിത്തിങ് ഈസ് ഓൾറെഡി ഡൺ. ഏത് OTT-ലാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ വി ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഓൾ ദോസ് തിങ്സ്. അത് നല്ലൊരു കാര്യമാണ്. ബിക്കോസ് യു നോ ഇറ്റ്സ് എ ബർഡൻ ഓൺ ഓൾ ദി ആർട്ടിസ്റ്റ്. ബിക്കോസ് ദേ ഡോണ്ട് ഡു എനി മിസ്റ്റേക്ക്. പക്ഷെ ഇത് എല്ലാവരും കേൾക്കണം. ഡിമാൻഡ് ഇല്ല, ഇതില്ല, അതില്ല. അപ്പൊ ദാറ്റ് ഇഷ്യൂ ഇസ് നോട്ട് ദെയർ വിത്ത് സീരീസ്. പിന്നെ ഉള്ളൊരു കാര്യം, ഇപ്പൊ മലയാളത്തില് സീരീസുകൾ അധികം ഇല്ല. കറക്റ്റ്. ഇപ്പൊ വന്നു തുടങ്ങുന്നേ ഉള്ളൂ.
അപ്പോൾ ആ ഒരു കൾച്ചർ സ്റ്റാർട്ട് ആവാൻ, ഉം. ബിക്കോസ് യു നോ വാട്ട് ഹാപ്പൻസ്, എനിക്ക് തോന്നുന്നു ഒരു സീരീസിന്റെ ഒരു ഏരിയയും കൂടെ വരുമ്പോൾ, ഇപ്പോൾ ഓൺലൈനിൽ ഓൾറെഡി ഒരുപാട് സീരീസുകളുണ്ട്, ഉം. OTT-ലും സീരീസുകൾ സജീവമാവുമ്പോൾ വീണ്ടും നമ്മുടെ ഈ സിറ്റിയിൽ കൂടുതൽ ആൾക്കാർക്ക് they'll be busy with work. വർക്ക് കൂടുതൽ കിട്ടും Yeah, എല്ലാവർക്കും. ഒരുപാട് പേര്, സോ മെനി ആർട്ടിസ്റ്റ് അതെ അല്ലേ. അതെ. അപ്പോൾ അവർക്കും ആർട്ടിസ്റ്റുകൾക്കും ടെക്നീഷ്യൻസ്, ഉം. യു ലുക്ക് അറ്റ് ഇറ്റ്, നമ്മളിപ്പോൾ ഒരു ഈ വർഷം ഇറങ്ങിയ പുതിയ ഡയറക്ടേഴ്സിന്റെ സിനിമ, കഴിഞ്ഞ വർഷം ഇറങ്ങിയ പുതിയ ഡയറക്ടേഴ്സിന്റെ സിനിമ നമ്മൾ നോക്കുകയാണെങ്കിൽ, പുതിയ ഡയറക്ടേഴ്സ് തന്നെ ദേ ആർ ബീങ് വെരി കെയർഫുൾ വിത്ത് ദെയർ നെക്സ്റ്റ്. ഉം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അവർക്കും വർക്ക് Work ചെയ്യാൻ കിട്ടും. പറ്റുന്നില്ല. ഉം. അത് റിഗാർഡ്ലെസ് അവരുടെ പടം ഹിറ്റായാലും അല്ലെങ്കിലും ആ. അടുത്ത പടത്തിലേക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടാവും അവിടെ. ഗ്യാപ്പ് ഉണ്ടാവും, സ്കെപ്റ്റിക്കലാണ്, പേടി ഉണ്ടാവും, അയ്യോ ഇത് ജനങ്ങൾക്ക് ഇഷ്ടാവൂ, അപ്പോഴേക്ക് റിവ്യൂ വരും, അപ്പോഴേക്കും നിങ്ങൾ ഓൺലൈൻ ഇന്റർവ്യൂ എടുക്കും, കമന്റ്സും കുറെ കമന്റ്സ് വരും, അപ്പൊ എല്ലാവർക്കും ആ ഒരു പേടിയുണ്ട്. സോ സീരീസ് ഇസ് എ ഗുഡ് തിങ്. സീരീസുകൾ ഇനിയും വരണം എന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം, അഭിപ്രായം. ഓക്കെ. ഈ വലിയ ഈ പറയുന്ന പോലെ കോടികൾ ഇന്നിപ്പോ കേൾക്കുന്ന സിനിമകളെല്ലാം വലിയ വലിയ പാൻ ഇന്ത്യൻ മൂവീസും മാസ് പ്രോജക്റ്റും കോടികളുടെ ബിസിനസ് നടക്കുന്നു. അങ്ങനെ ഇടയ്ക്ക് ഇടയിലൊരു ചെറിയ സിനിമകൾ വന്നു പോകും അല്ലെ. ഇത്രയും ഇങ്ങനെ ഒരു ചെറിയ സിനിമയുടെ പാർട്ടും ആവുന്ന സമയത്തും ഈവൻ വലിയ സിനിമയുടെ പാട്ടാണെങ്കിലും നമുക്ക് അത് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അതിൽ നിന്ന് ആ ഒരു ഫിയർ വരാറുണ്ട്. അയ്യോ എൻ്റെ ഒരു കുഞ്ഞു സിനിമ വലിയ ഇതിന്റെ ഇടയിൽ മുങ്ങിപ്പോവോ, അങ്ങനെ അങ്ങനെ എപ്പോഴെങ്കിലും ഒരു ഫിയർ തോന്നോ? ആക്ച്വലി ബിഗിനിങ്ങിലൊക്കെ കുറെ ഒന്നും അറിയില്ലല്ലോ, കുറെ കാര്യങ്ങൾ അറിയില്ല, അപ്പൊ നമുക്ക് കുറെ ആങ്സൈറ്റി ഉണ്ട്, നമ്മുടെ ഇഗ്നറൻസിന്റെ ആങ്സൈറ്റി. ഇത് നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, നമുക്ക് നമ്മൾ അതിനെ ആ ഒരു സെൻസിൽ എടുത്തു തുടങ്ങും. ഇപ്പൊ ഒരു വലിയ സിനിമയാണെങ്കിൽ ആ വലിയ സിനിമയ്ക്ക് ഒരു കപ്പാസിറ്റി ഉണ്ടാവും, ഒരു ചെറിയ സിനിമയ്ക്ക് ഒരു കപ്പാസിറ്റി ഉണ്ടാവും. എല്ലാം നമുക്ക് ആ സെൻസിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് വലുതും ചെറുതും അല്ലെങ്കിൽ ഇതിന്റെ റിസൾട്ട് അത് ചിലപ്പോൾ പിന്നീട് മാറ്റർ ചെയ്യാതാവും. കാരണം ഒരു സെൻസിബിൾ ആയിട്ടുള്ള ഒരു പ്ലോട്ട് ലൈൻ പറയുക, ആ പ്ലോട്ടിന്റെ ഭാഗമാവുക എന്നുള്ളത് മാത്രമേ ഇപ്പൊ ആലോചിക്കുന്നുള്ളൂ. അല്ല, ലീസ്റ്റ് ബോതേർഡ് എന്നല്ല, ഈവൻ ഇഫ് ഐ ആം ബോതേർഡ് ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് മീ ഓർ എനിബഡി. പ്രാക്ടിക്കലി അതങ്ങ് മനസ്സിലാക്കണം അല്ലേ. ബിക്കോസ് നമ്മള് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഓരോ സിനിമയ്ക്കും കറക്റ്റ്. അപ്പോൾ ചിലർ നമ്മൾ പറയും ടെക്നിക്കലി ദിസ് വാസ് വെരി ഗുഡ്, പക്ഷെ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയും. ചിലർ പറയും പടം സ്ക്രിപ്റ്റ് നല്ലതാ പക്ഷെ ഇത് കൊള്ളൂല. അപ്പൊ എന്താ, അപ്പൊ കാണുന്ന പ്രേക്ഷകൻ വെരി വെരി സ്മാർട്ട്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ സെൻസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹൈ ആണ്. അപ്പൊ നമ്മള് അവർക്ക് കൊടുക്കുന്ന കോണ്ടന്റിന് ബാക്കിയുള്ള സംസ്ഥാനത്തുള്ള കലാകാരന്മാരെക്കാളും കൂടുതൽ ചുമതല നമുക്കുണ്ട്. കാരണം അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കുറച്ച് ബഡ്ജറ്റ് ഒക്കെ ഉണ്ട്, ഹീറോനൊക്കെ ഒന്ന് പറത്തിയാലൊക്കെ കാര്യം നടന്നു പോകും. ഇവിടെ എല്ലാരും കിടന്ന് പറക്കുള്ളൂ, വേറെ ഒന്നും നടക്കൂല. ബിക്കോസ് റിവ്യൂ ഒക്കെ ഇടുമ്പോ തന്നെ ലൈക്ക് യു ഹേർഡ് നോ, വളരെ ഓൺ ദ ഫേസ് ആണ് നമ്മുടെ ഇവിടുത്തെ പ്രേക്ഷകർ. അപ്പൊ അതിൽ ചെയ്ത സിനിമകളുടെ ആണെങ്കിലും മറ്റുള്ള ചെയ്യാത്ത സിനിമകളുടെ ആണെങ്കിലും ഈ പറയുന്ന പോലെ റിവ്യൂവും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ആ സിനിമേനെ എല്ലാവരും എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണത്, ഇതെല്ലാം വളരെയധികം കീൻ ആയിട്ട് ഒബ്സർവ് ചെയ്യാറുണ്ട്. ഞാൻ നോട്ടീസ് ചെയ്യാറുണ്ട് ഹൗ ദാറ്റ് ട്രെൻഡ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ നോട്ടീസ് ചെയ്യാറുണ്ട്. കാരണം ഒബ്വിയസ്ലി നമ്മൾ ഈ ഇൻഡസ്ട്രിയെ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ അറിയും. അപ്പം വാട്ട് ഐ ഹാവ് ഫെൽറ്റ് ഇസ്, എനിക്കിങ്ങനെ എന്താ പറയാ, ഞാൻ എല്ലാ ടൈപ്പ് ഓഫ് ഫിലിംസിലും അഭിനയിച്ചിട്ടുണ്ട്. I've been part of very successful films and films that didn't even see light. അപ്പോ ആൻഡ് ഞാൻ മാത്രമല്ല, ഇവിടെയുള്ള ഒട്ടുമിക്ക ആക്ടേഴ്സും നമുക്ക് പരിചയമുള്ളവരൊക്കെ ഇതിന്റെ ഭാഗമാണ്. സോ ബിഗിനിങ്ങിൽ നമുക്ക് കരിയറിന്റെ ബിഗിനിങ്ങിൽ നമുക്കിത് അൺആക്സെപ്റ്റബിൾ ആണ്, എനിക്ക് എന്താണ് ഇത് സംഭവിക്കുന്നതെന്നാണ്. പിന്നെ ആഫ്റ്റർ സം ടൈം ദിസ് ഇസ് ആക്ച്വലി നോർമൽ. അത് നമ്മൾ മനക്കോട്ടകളൊക്കെ വെച്ച് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് പറ്റുന്നതാണ്. വൺസ് യു ഹാവ് ടേസ്റ്റഡ് ഇറ്റ് നോർമലാണ്. ആൻഡ് അങ്ങനെ വലിയ എന്താ പറയാ കംപ്ലൈന്റ് ചെയ്യാനോ ഒന്നുള്ള ഒരു കുഴപ്പമില്ല. ദർ ഇസ് നോ അങ്ങനത്തെ ഒരു കെയോസും ഇല്ല ഇവിടെ. പക്ഷെ ഡെഫിനറ്റ് ആയിട്ടും ആളുകൾക്ക് നല്ല കോണ്ടന്റ് ഉണ്ടാക്കാൻ കുറച്ചും കൂടെ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ് ഇവിടെ കാണിക്കണം, ഇനിയും കാണിക്കണം. നമ്മളെ സിനിമകൾ I feel is like celebrated everywhere. ഒരു സിനിമ ചെയ്യാൻ പറ്റൂല അല്ലേ. ഞാൻ വേറെ സ്ഥലത്തൊക്കെ ഈ ആഡ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയൊക്കെ പോകും, നോർത്തിലേക്കൊക്കെ പോകും. അപ്പോൾ കേരളത്തിൽ നിന്നാണ് ഇങ്ങനെ മലയാളം സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള ആളാന്ന് പറയുമ്പോൾ the way they treat us is like very like ഭയങ്കര റെസ്പെക്റ്റ് ആണ് നമ്മളോട്.
ബിക്കോസ് ദേ റിയലി ലവ് മലയാളം സിനിമ. അപ്പൊ നമ്മുടെ ഒക്കെ നല്ല സീനിയർ ആക്ടേഴ്സ് കൊടുത്തിട്ടുള്ള ഒരുപാട് സിനിമകളുടെയും കൂടെ റീസൺ ആണ്. അതെ, അതെല്ലാരും പറയും. മറ്റുള്ള ഇൻഡസ്ട്രിയിലുള്ളവരൊക്കെ മലയാള സിനിമയ്ക്ക് കൊടുക്കുന്ന വാല്യൂ ശരിക്കും നല്ല എന്താ പറയാ, അത്രയും ക്രീമി ആയിട്ടും വളരെ നല്ല ഇത് മൂല്യമുള്ള മൂവീസ് എന്നാണല്ലോ പറയണത് മലയാള മൂവീസിനെ തന്നെ. വെറുതെ ഇങ്ങനെ ടൈംസ് ഇങ്ങനെ പറഞ്ഞു പോകണം. മലയാളികൾക്കും മലയാളം മൂവീസിനും ഒക്കെ ആ ഒരു സെൻസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഇമേജ് ഉണ്ട്, വിച്ച് ഇസ് എ വെരി ഗുഡ് തിങ് അല്ലേ? ഇനി അടുത്ത സെഗ്മെന്റ് എന്ന് പറയണത്, സെഗ്മെന്റിന്റെ പേര് തന്നെ ഇതാണ്, ഹു ഈസ് ആദിൽ ഇബ്രാഹിം. ആരാണ് മനുഷ്യൻ? ഓക്കെ, ഓ അങ്ങനെയാണ് ആദിൽ. എങ്ങനെയാ? അതാണ് അതിന്റെ ഒരു ടൈറ്റിൽ. ബാക്കി കേട്ടോ. ആദിൽ ഇബ്രാഹിം ഒരു സുമുഖനും സുന്ദരനുമായ ഒരു ചെറുപ്പക്കാരനാണോ? ആണോ? സുമുഖനും സുന്ദരനുമായ ചെറുപ്പക്കാരനാണോ? ആണോ? ഞാൻ ചോദിക്കട്ടെ അങ്ങോട്ട് തിരിച്ച്, എന്താണ് അഭിപ്രായം? ഞാൻ അങ്ങോട്ട് ചോദിക്കണം, എല്ലാരും എന്തൊക്കെയാ പറയണേ? അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട്. സുന്ദരൻ, സുമുഖൻ, സുശീലൻ, സുകുമാരൻ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, പക്ഷെ നല്ല കുട്ടിയാണോ? നല്ല കുട്ടിയാണോ? അത്യാവശ്യം അലമ്പുള്ള നല്ല കുട്ടിയാ. ബാലൻസ്ഡ് ആവണ്ടേ? അതെ 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 അതെ. ഞാൻ ആക്ച്വലി നല്ല അലമ്പനായിരുന്നു. ഇപ്പൊ അത്യാവശ്യം അലമ്പ് ഒഴിവാക്കി നല്ല കുട്ടിയായി. തന്ത വൈബ് ആയിട്ടല്ല ഞാൻ പറഞ്ഞത്. ഇതിന്റെ ലൈഫിന്റെ ഓരോ ഇത്. എക്സാക്ട്ലി. ഞാൻ ഈ തന്ത വൈബിൽ കയറിയിട്ട് ആ മൂഡ് അവിടെ പിടിക്കും. യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ അവിടെയും പിടിക്കും. ജെൻസി, ടോട്ടൽ ജെൻസി ആണ് ഞാൻ. ഏതാന്ന് മുമ്പേ പറഞ്ഞല്ലേ, അവിടെ ഇട്ടാലും വരും ഇവിടെ ഇട്ടാലും വന്നോളും. ഞാൻ ഒരിക്കലും ബാക്ക് ഇൻ ദ ഗെയിം ആണെന്ന് ആൾക്കാർ അറിയിക്കില്ല. അതായത് ഇപ്പൊ ഈവൻ ഇഫ് എനിക്ക് അറിയില്ലെങ്കിലും ഇപ്പൊ പിള്ളേരുടെ മുമ്പിലൊക്കെ പിടിച്ചേക്കാനുള്ള കോമഡിയൊക്കെ ഞാൻ അടിക്കും. അത് മതി. അവര് ചിരിച്ചില്ലെങ്കിലും അടിക്കും. ഞാൻ പറയാനുള്ള പറയും, നിങ്ങൾ ചിരിക്കോ ചിരിക്കാതിരിക്കോ ചെയ്തോട്ടെ. ചിരിക്കാത്തത് അവർക്കത് മനസ്സിലാവായിട്ടാന്ന് ഞാൻ ആലോചിച്ച് സമാധാനിക്കും. തികഞ്ഞ ആളാണ് ആദിൽ. എല്ലാം തികഞ്ഞ ആളാണ്. അയ്യോ അല്ലല്ല. അല്ല, ആദിൽ ഇബ്രാഹിം ഒരു തികഞ്ഞ വിശ്വാസിയാണെന്ന് തോന്നുന്നു. എന്ത് വിശ്വാസി? ജനറൽ ബിലീഫ് ആണോ അതോ ദൈവവിശ്വാസമാണോ? ജനറൽ ബിലീഫ്. ബിലീഫ് വേണം. ബിലീഫ് ഇല്ലാതെ ഇപ്പൊ നടക്കൂലല്ലോ, ഒന്നും നടക്കൂല. നമ്മള് വി ഹാവ് ടു ബിലീവ് ഇൻ സംതിങ്, അതർവൈസ് ഐ ഡോണ്ട് തിങ്ക് അത് എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പൊ ബിലീഫ്, ഞാനൊരു വിശ്വാസിയുമാണ്. ഐ ആം ഓൾസോ ബിലീവർ. കുറച്ചും കൂടെ ഓൺ എ സ്പിരിച്വൽ ഔട്ട്ലുക്കിലാണ് നോക്കുന്നതെന്നേ ഉള്ളൂ. അല്ലാതെ നോട്ട് കംപ്ലീറ്റ്ലി ബൈ ദ ബുക്സ് ആൻഡ് ദ ഡൂസ് ആൻഡ് ഡോൺസ് ആൻഡ് ദ ലിസ്റ്റ്. അതൊന്നും നമ്മളെ പേടിപ്പിക്കാൻ വരരുത്. അതൊന്നും വെച്ചിട്ട് യുനോ ബിലീഫ് സിസ്റ്റം ഇസ് നമ്മുടെ ജേർണിക്കുള്ള ബിലീഫ് സിസ്റ്റം. മോഷ്ടിച്ചിട്ടുണ്ട്? ഇല്ല. മോഷ്ടിച്ചിട്ടുണ്ടോ? അതിൽ കുറേയധികം പെൺകുട്ടികളുടെ മനസ്സ് മോഷ്ടിച്ച ഒരു കള്ളനാണ്, ദുഷ്ടനാണ്. അല്ലേ? ഇതാണ് മോഷ്ടിച്ചെന്നാണ് ഉദ്ദേശിച്ചത്. ഉണ്ടോ? ഞാനോ? പിന്നെ പിന്നെ അതൊക്കെ ഞാൻ ഇഷ്ടം. ഞാൻ ഹൃദയങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ട്, അറിയാതെ തച്ചുടച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പ്രായത്തിന്റെ പക്വതയില്ലായ്മയിൽ നമ്മൾ അങ്ങനത്തെ ബ്ലണ്ടറുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അവര് നമ്മളോടും ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതൊരു എന്താ പറയാ, ടൂ വേ ബ്രിഡ്ജ് ആണ്. ഇപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ എന്താ തോന്നണേ? ചിരി വരും. എന്തൊക്കെ ചെയ്തു കൂട്ടിയതല്ലേ? പല അലമ്പുകളും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ എവിടുന്നൊക്കെ എന്തൊക്കെയായിരുന്നു അല്ലേ ഓരോ ഏജിലും. പിന്നെ ഓരോ സമയത്തും എനിക്ക് ഓരോ പ്രാന്തുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ലൈക്ക് ഐ ഹാവ് ഒരു നമ്മൾ പറയില്ല, നമ്മളൊരു ഇവോൾവിംഗ് എന്ന് പറയില്ല. ഓരോ വ്യക്തിക്കും ഐ ഫീൽ ഓരോരുത്തരുടെയും ടൈം ലൈനുകൾ ഡിഫറെന്റ് ആണ്. ഇപ്പൊ ചിലർക്ക് ഒരു വലിയ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു അസുഖം വരാം. കുറെ കഴിഞ്ഞിട്ടായിരിക്കും അവളുടെ കല്യാണം നടക്കുന്നത്. അല്ല, കരിയർ ബെറ്റർ ആവുന്നത് കുറെ നേരത്തെ ആയിരിക്കാം, വൈകിയാവാം. ഓരോരുത്തരുടെയും ടൈം ലൈനുകൾ ഡിഫറെന്റ്. അപ്പൊ ഐ ഫീൽ യുനോ എന്റെ ടൈം ലൈനിൽ whatever I have suffered, I have understood from it. ഞാൻ എന്തൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടോ ഐ ഹവ് അണ്ടർസ്റ്റുഡ് ഫ്രം ഇറ്റ്. ആൻഡ് അതിനെ കുറേയും കൂടെ ബെറ്റർ ആക്കിയിട്ട് ആൾക്കാരെ അനോയ് ചെയ്യാതെ ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ഇപ്പോഴും ചെയ്യുന്നുള്ളൂ. ഐ ഡോണ്ട് ലൈക്ക് ഭയങ്കരമായിട്ട് മൈ ലൈഫ് ഇസ് ബെറ്റർ ദാൻ യോഴ്സ് എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഫാൻസി പോസ്റ്റുകളും ചെയ്യാറില്ല. റെസ്പെക്ട്ഫുൾ ആണ്. അതൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കുറേ ബ്ലണ്ടറുകൾ ചെയ്തത് കൊണ്ട് നമ്മളൊന്ന് ഇരിക്കുമല്ലോ, വിൽ ജസ്റ്റ് സിറ്റ് ഫോർ സം ടൈം ആൻഡ് ദെൻ വിൽ
പോണ്ടർ എന്താണത്, ഇങ്ങനെയൊക്കെയാണോ. അപ്പോൾ ഇൻ ദാറ്റ് വേ കുറെ ബെറ്റർ ആണ്. കള്ളനായിരുന്നു, പക്ഷെ ഇപ്പൊ കള്ളനല്ല. അല്ല. അപ്പൊ ഞാൻ മോഷ്ടിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചപ്പോ യു ആർ അബൌട്ട് ടു സേ സംതിങ് എൽസ്. വേറെ എന്തോ കരുതുന്നു. അതെന്താ ഉദ്ദേശിച്ചത്? മോഷ്ടിച്ചിട്ടില്ല ഞാൻ, സത്യമായിട്ട്. അല്ല പക്ഷേ എന്തോ പറയാൻ തുടങ്ങണ്ടായിരുന്നു. ഇല്ല, എന്തെങ്കിലുമൊക്കെ മറ്റേ ഉമ്മ അറിയാതെ അവിടുന്നാണ് ഞാൻ രക്ഷിച്ചത് പെൺകുട്ടികൾ എന്നുള്ള രീതിയിലേക്കൊക്കെ പറഞ്ഞ്. അല്ല, ഞാൻ അങ്ങനത്തെ മോഷണമൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ വീട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മോഷണങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഉപ്പയ്ക്ക് പണ്ട് കടയുണ്ടായിരുന്നു, ഉപ്പയ്ക്ക് ഒരു കട. അപ്പൊ ആ സമയത്ത് അവിടെ കടയിലുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ഞാൻ ഉപ്പാന്റെ ശബ്ദത്തിൽ പറയും, അതിൽ വരുന്നുണ്ട് ഒരു 10 ദിർഹംസ് അവനക്ക് കൊടുത്തേക്ക്. ഇത് എന്നിട്ട് പിടിക്കപ്പെട്ടു. അപ്പൊ ഞാൻ അതാ ആലോചിച്ചു, ഇതെങ്ങനെ ഞങ്ങൾ അറിഞ്ഞു എന്നല്ലേ. എന്നിട്ട് ഉപ്പയുടെ റിയാക്ഷൻ എന്തായിരുന്നു? ഉപ്പ അന്ന് നല്ല റിയാക്ഷൻ ആയിരുന്നു. ഇപ്പൊ ചിരിക്കും, പക്ഷെ അന്ന് നല്ല റിയാക്ഷൻ ആയിരുന്നു. അതെ, അത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 കൂടെ കൂടി വലിയ കാശായപ്പോ അത് ഉപ്പ അറിഞ്ഞു. ഒരിക്കൽ പിടിക്കപ്പെട്ടു. ഞങ്ങള് ഇന്ന് അപ്പൂസ് ഞങ്ങള് പിടിച്ചെടുത്ത പോലെ അന്ന് അവിടെ പിടിച്ചു. അന്ന് കൊറേ ചമ്മി ഞാൻ, ചമ്മി നാറി മാനം പോയി. അപ്പൊ അതൊക്കെ പറഞ്ഞത്, നമ്മളിങ്ങനെ ഓരോ ബ്ലണ്ടറുകൾ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ നല്ല പ്രായത്തിൽ, ചെറിയ പ്രായത്തിൽ ഒരു ബ്ലണ്ടർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കുറെ കൂടെ കഴിയുമ്പോ പിന്നെ അത് ഉണ്ടാക്കാതാവും. അപ്പൊ നമുക്ക് ആ ഒരു സെൻസിബിലിറ്റി വരും. അപ്പോൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ചെറുപ്പ യങ് ആയിട്ടിരിക്കുമ്പോൾ ചെയ്യാന്നിടത്തോളം എല്ലാ ഇതും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിന്റെയും മനസ്സിലായി ഒരു മടുപ്പ് വരും. അയ്യോ, ഇത് കുറെ കാലമായാലും ഞാൻ ഇങ്ങനെ ഇത്രേ ഉള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ്. അലമ്പെന്നൊക്കെ പറഞ്ഞ ഇനി എന്ത് അലമ്പാൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ചിലപ്പോൾ ഡീസന്റ് ആവാം. അതിനൊരു സാധ്യതയുണ്ട്. ആ സാധ്യതയാണ് ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് വഴക്കുകളിൽ പ്രധാനി ആദിൽ. വഴക്കുകളിൽ പ്രധാനി ആദിൽ ആണോ? വീട്ടില് ഞാൻ മിഡിൽ ചൈൽഡ് ആണ്. അപ്പോ അറ്റൻഷൻ തീരെ കിട്ടിയിട്ടില്ല. അപ്പൊ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഭയങ്കര അലമ്പൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ ഈ സെൽഫ് കണ്ടംപ്ലേറ്റ് ചെയ്യേണ്ട പ്രായത്തിപ്പോഴാണ് റിയലൈസ് ചെയ്തത് ഞാനായിരുന്നു പ്രശ്നക്കാരൻ. മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി ഞാനായിരുന്നു, ശ്രീദേവിയല്ലേ, ഗംഗയായിരുന്നു. അപ്പൊ ആ ഒരു സംഭവം. ഡിഫോ ഡാൻസ് നടക്കുന്ന സമയത്ത് അവിടെ നടന്നിരുന്ന കൊച്ചു കൊച്ചു വഴക്കുകൾക്ക് പിന്നിൽ വികൃതി പയ്യൻ ആദിലായിരുന്നു. ഞാൻ കുറെ അലമ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. ഷോയ്ക്ക് വേണ്ടി ഉണ്ടാക്കും. ഈ പേളി ലേറ്റ് ആകുമ്പോ അവളെ ചൊറിയാൻ വേണ്ടിട്ടുണ്ടാക്കും. പിന്നെ ഈ മാസ്റ്റർ അവിടെ, പ്രസന്ന മാസ്റ്റർ, പുള്ളി എന്തെങ്കിലും പറഞ്ഞ, ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിനെ കളിയാക്കുന്ന പോലെ ഒന്നും വിചാരിക്കരുത്. എന്തെങ്കിലും ഒരു കോമഡി അതിലുണ്ടാവും. അപ്പൊ പിന്നെ അത് പിടിച്ച് തൂങ്ങും, എന്നിട്ട് പുള്ളിയെ കുറെ കളിയാക്കും. അപ്പൊ ഐ ലൈക്ക് ദാറ്റ്. മേക്കിംഗ് ഫൺ ഓഫ് പീപ്പിൾ ഇസ് ലൈക്ക് മൈ സെക്കൻഡ് ലാംഗ്വേജ്. ഐ ലവ് ഇറ്റ്. പക്ഷെ അവിടെ പഠിച്ചു വളർന്ന ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു കഴിവെന്ന് പറയുമ്പോൾ അത് ഭയങ്കര അങ്ങനെ അധികം കാണില്ല കേട്ടോ. നമ്മളപ്പോ എല്ലാത്തിനും ഒരു റീസൺ ഉണ്ടാവും വിചാരിക്കണം. എന്റെ ഫാദർ അവിടെ ഞങ്ങളുടെ നാട്ടില് തിരൂര്, അവിടെ ഉപ്പാന്റെ വില്ലേജിലുള്ള റിലേറ്റീവ്സിനെയൊക്കെ കുറെ പേരെ എംപവർ ചെയ്തിട്ടുള്ള ആളാണ്. ഒരുപാട് പേർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൊടുത്തിട്ടുള്ള. അപ്പൊ വീട്ടില് ഞങ്ങള് 2 ബെഡ്റൂമിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ 5 മക്കള്. സോ മെനി പീപ്പിൾ വിൽ കം. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നാട്ടുകാരൊക്കെ വരും. അപ്പൊ ഉപ്പ വിസിറ്റ് എടുത്തിട്ട് ബന്ധുക്കളെ കൊണ്ടുവന്നിട്ടുണ്ടാവും, റിലേറ്റീവ്സിനെ കൊണ്ടുവന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നാട്ടുകാരെ കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പൊ ഓൾവേസ് ഇന്ററാക്ടിങ് വിത്ത് പീപ്പിൾ. ചെറുപ്പം മുതൽ തന്നെ കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ വീട്ടിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടോ നന്നായിട്ട് വികൃതി കൊടുക്കുകയായിരുന്നു. ഞാൻ കുറച്ച് ഇല്ലല്ലോ, ഞാൻ വളരെ മാന്യമായിട്ട് ഉള്ള ഒരു ഇമേജ് ഉള്ള ഒരു വികൃതി കുട്ടിയാണ്, കണ്ടറിയാം. ഞാനൊരു നോട്ടി കുട്ടിയായിരുന്നു. ഓക്കെ, ലാസ്റ്റ് ഒരേ ഒരെണ്ണം കൂടെ ഉണ്ട് ഈ സെഗ്മെന്റില്. അങ്ങനെ പറഞ്ഞു ആദിൽ. എന്താണ്, എങ്ങനെയാ പറഞ്ഞേ? എന്റെ ഇഷ്ടമാണ്, എന്റെ ചോയ്സ് ആണ് എന്റെ ജീവിതം, ഇങ്ങനെ ആദിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെപ്പോഴാ പറഞ്ഞേ? എന്റെ ചോയ്സ് ആണ് എന്റെ ജീവിതം ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ലേ? പറഞ്ഞു. എന്റെ ചോയ്സ് ആണ് എന്റെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴായിരുന്നു? 2019 പറഞ്ഞത്. അതെ, അത് ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത്. അതെന്തായിരുന്നു? അതൊന്നുമില്ല. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളതൊരു സ്പെഷ്യൽ മാരേജ് ആക്ട് നടന്ന കല്യാണമാണ്. ബിക്കോസ് യു നോ വി റെസ്പെക്ട് ഈച്ച് അതേഴ്സ് ഫെയ്ത്ത് ആൻഡ് ഈച്ച് അതർ ആസ് പീപ്പിൾ. അപ്പോ കുറെ പേര് അൺഫോളോ ചെയ്തു, കുറെ പേര് ഹെയ്റ്റ് വന്നു കുറെ ആ സമയത്ത്. പുള്ളിക്കാരത്തിക്കും നമുക്കൊക്കെ കുറച്ച് ഒരു അങ്ങനത്തെ കുറച്ച് മെസ്സേജസ് വന്നപ്പോ പുള്ളിക്കാരത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇറ്റ് ഈസ് എ ഫാക്ട്, ഇറ്റ് ഈസ് മൈ ചോയ്സ്. വേറെ അങ്ങനെ
അതിനെ ഭയങ്കര പേഴ്സണൽ ആയിട്ട് കാണണ്ട. സം പീപ്പിൾ സീ ഇറ്റ് വെരി ലൈക്ക് നമ്മുടെ പേഴ്സണൽ ജേർണിയിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ചോയ്സ് ആണ്. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ അത് ഐ സ്റ്റുഡ് ബൈ ഇറ്റ്. അത്രേ ഉള്ളൂ. ഓക്കെ, ആ സെഗ്മെന്റ് അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഇനി ചോദിക്കട്ടെ, അതിലിനെ സംബന്ധിച്ച് ഇത്രയും വർഷത്തെ ഈ ഒരു ജേർണിയിൽ നിന്നുമൊക്കെ നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കണമെങ്കിൽ ഹാർഡ് വർക്ക് ആണോ അതോ ഭാഗ്യമാണോ, എന്തായിരിക്കും ഏറ്റവും കൂടുതൽ വേണം തോന്നുന്നത്? ആ ഒരു ഏർജ് എപ്പോഴും നമ്മളിങ്ങനെ അവൈലബിൾ ആയിട്ട് എപ്പോഴും ഇവരുടെ ഗുഡ് ബുക്സിൽ നിൽക്കാൻ നമ്മൾ ആ ഏർജ് മാത്രം തലയിൽ വെച്ചാൽ മേ ബി ഇറ്റ് ഡു ഗുഡ്. ഇനി അതല്ല നമ്മുടെ ചുറ്റുപാടുകൾ, മറ്റത് മറിച്ചത്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഇറ്റ് വോണ്ട് ബി ഈസി. ഇതിപ്പോൾ ഈ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, നമ്മൾ മനസ്സിൽ കുറേ പ്ലാനുകൾ ഉണ്ടാവും, നമ്മളെ സ്നേഹിക്കുന്നവർക്കും മനസ്സിൽ കുറേ പ്ലാനുകൾ ഉണ്ടാവും. പക്ഷേ ടൈം വിൽ ഹാവ് എ പ്ലാൻ ഓഫ് ഇറ്റ്സ് ഓൺ. അപ്പം നമ്മൾ പതറാതെ ആ ആഗ്രഹത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക ആൻഡ് ലേൺ ഫ്രം ഇറ്റ്. ബിക്കോസ് ഇതൊന്നും നമ്മുടെ കൺട്രോളിലല്ല, അവരുടെയും കൺട്രോളിലല്ല, ആരുടെയും കൺട്രോളിലല്ല, ഡെസ്റ്റിനിയാണ്. അപ്പൊ ബിലീഫ്. പിന്നെ നമുക്ക് ചിലത് ചെയ്യാൻ പറ്റും. ചിലർ കാണുന്നതും ചെയ്യുന്നതും കണ്ടിട്ട് യു കെൻ നെവർ ഡു ദാറ്റ്. വൈ? ബിക്കോസ് അവരുടെ നീഡും അവർക്ക് അതിനോടുള്ള അപ്രോച്ചും ഒക്കെ ഡിഫറെന്റ് ആണ്. അതിന്റെ ഫൗണ്ടേഷൻ ഡിഫറെന്റ് ആണ്. അവരും ആക്ടർ ആയിരിക്കും, അവരും സിംഗർ ആയിരിക്കും, അവരും ഡയറക്ടർ ആയിരിക്കും. ഇറ്റ് ഡസന്റ് മാറ്റർ. നമ്മൾ നമ്മുടെ ജേർണീനെ പറ്റി മാത്രമേ ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ. ഇസ് വാട്ട് ഐ ഹാവ് അണ്ടർസ്റ്റുഡ് ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഐ എം ഫോക്കസിങ് ഓൾസോ. ഞാൻ ഇതുവരെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒക്കെ സെയിം സാധനം തന്നെയാണ്. ഐ എം ഓൺലി ഫോക്കസിങ് ഓൺ മൈ സെൽഫ് ആൻഡ് മൈ ബിസിനസ്, എൻ്റെ കാര്യങ്ങൾ മാത്രം. ആൻഡ് ട്രൈങ് ടു ലേൺ. എപ്പോഴെങ്കിലുമൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി അത് നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ആയിട്ട് വരും. ഇപ്പൊ ഈ കള്ളം എന്ന് പറയുന്ന സിനിമ വരുന്നു, അതുപോലെ വേറെ ഏതെങ്കിലും ഒരു സിനിമ ഞാൻ ചെയ്യും. ചിലപ്പോൾ വൺ ഡേ ഇറ്റ് മൈറ്റ് വർക്ക് ഫോർ മീ. ദാറ്റ്സ് മൈ ബിലീഫ്. ഓക്കെ, ഇനി നമുക്ക് ബിറ്റ്സ് പ്ലാനിൽ പഠിച്ച ഒരാളാണ്. പഠിത്തവും കാര്യങ്ങളും ആ ഒരു ഇതിൽ നിന്നൊക്കെ വിട്ടുമാറി ഇപ്പൊ വേറെ തന്നെ ഒരു ആ എഡ്യൂക്കേഷനെ ഒന്നും അല്ല ഇന്നിപ്പോ ചെയ്യണതൊക്കെ അല്ലേ? അതിപ്പോ തോന്നുന്നുണ്ടോ ഞാൻ എന്തിനു പഠിച്ചു അതൊക്കെ? ഗുഡ് ക്വസ്റ്റ്യൻ. സംടൈംസ് നമുക്ക് വിഷമം വരും. കാരണം നമ്മള് പഠിച്ചതല്ല ചെയ്യുന്നത്, പിന്നെ നമ്മളെ ഫാദർ പാവം കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതല്ല നമ്മൾ ചെയ്യുന്നത് എന്നാലോചിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ വിഷമം വരും. പക്ഷെ നമുക്ക് അപ്പോഴും ഒരു സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ജോലിയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് സന്തോഷം. എനിക്ക് ഉള്ള ഏറ്റവും വലിയ സന്തോഷം ദാറ്റ് ഐ എം ഡൂയിങ് സംതിങ് ദാറ്റ് ഐ റിയലി ലൈക്ക്. ഞാൻ വർക്ക് ചെയ്തിരുന്നു. ഐ വാസ് വെരി ഗുഡ് അറ്റ് സ്റ്റഡീസ്. അപ്പോൾ ദാറ്റ്സ് വൈ ഉമ്മ അവർക്കൊക്കെ ഒരു വിഷമം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനത് ഇത്ര നന്നായി പഠിച്ചിട്ട് ഇവനിതിലേക്ക് ഇതാണല്ലോ ചൂസ് ചെയ്തത് എന്നുള്ളൊരു അതുണ്ട്. ദേ ഹാവ് ഇറ്റ്. ഇപ്പൊ അത് കാണിക്കാറില്ല, കുറെ വർഷമായിട്ട് അത് കാണിക്കാറില്ല പാവം. പക്ഷേ ഐ നോ ദാറ്റ് ഇറ്റ്സ് കറക്റ്റ്. അതൊരു പാരന്റ് എന്നുള്ള രീതിയിൽ ഒബ്വിയസ്ലി അവർക്ക് തോന്നുന്നു. സോ അത് ഐ ഹാവ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് പെയിൻ. അപ്പൊ ചിലപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കും, മാൻ ഐ കുഡ് ഹാവ് കണ്ടിന്യൂഡ്, ഐ കുഡ് ഹാവ് കണ്ടിന്യൂഡ് ഫോർ സം മോർ ടൈം. കുറച്ചും കൂടെ ഐ ഷുഡ് ഹാവ് വർക്ക്ഡ് എന്നൊക്കെ എനിക്ക് ചിലപ്പോൾ തോന്നും. സ്റ്റാഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് എനിക്ക് തോന്നും. അത് മാത്രമല്ല, അല്ലെങ്കിൽ ഉപ്പ എന്തെങ്കിലും ഒരു കമന്റ് പാസ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഇങ്ങനെ തോന്നും, വിഷമത്തിലാ പറയാ. പക്ഷെ നമ്മൾക്ക് നമ്മുടെ പേരൻസ് അല്ലേ നമുക്കെല്ലാം. അപ്പൊ അവരുടെ നമ്മൾ ഇത്ര സെൻസിബിൾ ആയി മറ്റേതായി എന്നൊക്കെ നമ്മളെ പറ്റി വിചാരിക്കുമ്പോ നമ്മളൊരു കുന്തം ആയിട്ടില്ല. ബിക്കോസ് വി ഹാവ് നോട്ട് അണ്ടർസ്റ്റുഡ് ഓർ വാല്യൂഡ് അവരുടെ ആഗ്രഹം എന്ന് ചിലപ്പോൾ തോന്നും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ എന്തെങ്കിലും ഇപ്പോൾ മാതൃഭൂമിയുടെ ഒരു ആഡ് വന്നിരുന്നു, ഒരു 100 years അവരുടെ ഒരു സ്പെഷ്യൽ ആഡ് ആയിരുന്നു. സോ ഐ ഗോട്ട് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ടു ആക്ട് ഇൻ ഇറ്റ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഉപ്പ പറഞ്ഞു, എടാ ഭയങ്കര രസമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഓരോന്നൊക്കെ ഉപ്പാന്റെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ ഐ ഫീൽ വെരി ഭയങ്കര സന്തോഷം. വളരെ ഇടയ്ക്കേ ഉണ്ടാവൂ, പക്ഷെ അത് ദാറ്റ് ഇസ് ലൈക്ക് അത് മതി. അത് ഉപ്പയുടെ അടുത്ത് ചോദിച്ചാൽ ഉപ്പ പറയും, അതിനെ നീ ഇടയ്ക്കല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. അങ്ങനെ പറയുള്ളൂ. അതെ, ഇടയ്ക്ക് കിട്ടുന്നുള്ളൂ ഉപ്പ എന്നപ്പോ ഞാൻ തിരിച്ചു മറുപടിയും പറയും. അതൊക്കെ എല്ലാവരുടെയും ലൈഫിൽ ഇങ്ങനെയാണ്. പഠിക്കുമ്പോ എപ്പോഴും നമ്മൾ പഠിത്തത്തിലുള്ളത് തന്നെ മുന്നോട്ട് പോകണമെന്നൊന്നുമില്ല. ഓൾ ഡെസ്റ്റിനി നമ്മുടെ തലയിൽ എന്താണോ ഇപ്പൊ ഞാൻ ഇത് എന്റെ മാത്രം കഥയല്ല, ലൈക്ക് യു സെഡ് എല്ലാവരുടെയും ലൈഫില് ഓരോ കരിയർ അല്ലെങ്കിൽ ഓരോ എന്തെങ്കിലും ഒരു സാക്രിഫൈസ് ഉണ്ടായിട്ടുണ്ട് എവ്രിബഡി. ആൻഡ് എന്നിട്ടും വൈ ഡു വി ഓൾ വൗച്ച് ഫോർ ദിസ് ഇസ് ഓൺലി ബിക്കോസ് വി ഫീൽ നമുക്ക് we have something more.
എല്ലാവർക്കും ഉള്ള അതെ. അതേപോലെ തന്നെ ഈവൻ ഐ ഓൾസോ ഫീൽ ദാറ്റ് ഉം. ഇനിയും ഉണ്ട് നമ്മളിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. Okay. ദാറ്റ്സ് വാട്ട് ഐ ആം ട്രൈങ് ടു ഫൈൻഡ് ഔട്ട്. Okay. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ടൈറ്റിൽ സ്പോൺസർ തന്നെ ആദ്യ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആണ്. വെരി അപ്പോൾ നിങ്ങളുടെ കൂടെ ഇപ്പൊ നെക്സ്റ്റ് ജെൻസിലുള്ള കുറെ പേര് റെഡി ആയിക്കൊണ്ടിരിക്കണ്ടല്ലോ, ആ. അവരോടൊക്കെ പറയാ കൊമേഴ്സ് എന്നുള്ളൊരു സംഭവം അവരുടെ മനസ്സിലേക്കുണ്ടെങ്കിൽ ആ. ACCL ഇപ്പൊ ഏറ്റവും വേൾഡ് വൈഡ് റാങ്ക് ഒക്കെ ഇത് ചെയ്ത് ഭയങ്കര നല്ല സൂപ്പർ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സ്കൂളാണ് ആദ്യ സ്കൂൾ ഓഫ് കൊമേഴ്സ്. അപ്പോൾ നമ്മുടെ ജെൻസിനെ അവരുടെ കാര്യങ്ങളെ അവരെയൊക്കെ നമുക്ക് ആദ്യയിലേക്ക് തന്നെ വിടാൻ അതെ അതെ റെഡി അതെ. അത് ആക്കിക്കോളാം. മറക്കണ്ട, ആദ്യയിലേക്ക് തന്നെ പോണം നിങ്ങൾ. ഓക്കെ ഓക്കെ. Yeah. അപ്പോൾ ഇന്റർവ്യൂ പേടിച്ചിരുന്ന ആദിൽ, നൗ യു ടെൽ മീ, ഇനി ഇപ്പൊ എങ്ങനെയുണ്ട്? ഹൗ ആർ യു ഫീലിംഗ്? ഇപ്പൊ ഈ ഇന്റർവ്യൂ എനിക്ക് പേടിയില്ല. ഇനി പുതിയൊരു ഇന്റർവ്യൂ വരുമ്പോ പിന്നെ പേടിയാ? എനിക്ക് പേടി വീണ്ടും വരും. Yeah. പേടിക്കൊന്നും വേണ്ട, നല്ല കൂൾ കൂൾ. അല്ല, ഞാൻ ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പണ്ട് അല്ലു അർജുനൊക്കെ ഇന്റർവ്യൂ ചെയ്തിരുന്നു. ഡിഫോ ഡാൻസിന്റെ സമയത്ത്. ആ സമയത്ത് എനിക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ഓർമ്മ ഉണ്ടാവുള്ളൂ. ഞാൻ ഇപ്പൊ ഇങ്ങനെ ഫോണിലൊക്കെ എടുത്തിട്ട് നോക്കിയിട്ട് ഇറ്റ്സ് ദേർ ഇൻ യൂട്യൂബ്. എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ ഇരിക്കുമ്പോൾ അവിടെ ഇരിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും ഇവിടുന്ന് അമ്പ ചെയ്ത് എക്സാക്ട്ലി. വിടുന്നുണ്ടാവും. മാത്രമല്ല, നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെയാണ്, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറഞ്ഞാൽ വീഡിയോ പോലും കാണാതെ കമന്റുകൾ വരും. ഞാൻ അതുകൊണ്ട് ഇതിന്റെ തംബ്നെയിലാണ് വെയിറ്റിംഗ്. അപ്പോ ഏറ്റവും നല്ല തംബ്നെയിലാണ് എനിക്ക് വേണ്ടി സെറ്റ് ചെയ്തിടാവുള്ളൂ. അതിന്റെ ഒരു രീതിയിൽ ഹാംഫുൾ ആക്കാത്ത രീതിയിൽ. അപ്പൊ ഓക്കെ അതിൽ താങ്ക് യു സോ മച്ച്. അപ്പൊ ഇപ്പൊ 1000 ബേബീസിന്റെ ഇതെല്ലാം സീസൺ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കള്ളവുമായിട്ട് അതിൽ എത്തുകയാണ്. അപ്പൊ ഈ കള്ളം എന്ന മൂവിയിലെ ജേർണലിസ്റ്റിനെ ഞങ്ങൾ കാണട്ടെ, കണ്ടിട്ട് നമുക്ക് വീണ്ടും പാക്കലാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് ഗ്രേറ്റ് ടോക്കിംഗ് ടു യു. ഒരുപാട് എന്താ പറയാ, കുറെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയൊക്കെ ഞാൻ പറഞ്ഞു. ഹോപ്പ് യു ആർ നോട്ട് കൺഫ്യൂസ്ഡ്. ഇല്ല, എല്ലാം വളരെ ക്ലിയർ ആയിരുന്നു. എല്ലാം പറഞ്ഞു, കോംപ്ലിമെന്റ്സ് ആകുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് കീപ് ഗോയിങ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.